പാല അഗ്രിമേല് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണബിളായിട്ടുള്ള പച്ചക്കറികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സീസണിൽ നടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇനം പച്ചക്കറികളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് സെൻട്രൽ ഫാം മുണ്ടുപാലത്തുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ തൈയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് മെയിനായിട്ടിരിക്കുന്നത് ആനക്കൊമ്പൻ വെണ്ട. ആനക്കൊമ്പൻ വെണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ നാടൻ ഇനത്തിനോട് സാമ്യമുള്ള ഒരു ഇതാണ്, നാടൻ ഇനമാണ്. ഒരു 5 അടി 6 അടി വരെയും പൊക്കം വയ്ക്കുന്നതാണ്. ഒരു 4 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലോട്ടുള്ള കറി ആകുന്നു. ടേസ്റ്റും നല്ല ടേസ്റ്റും ഉള്ള ഇനമാണ്. ഈ കുമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മരുന്നായിട്ട് പറയുന്ന കുമ്പളങ്ങ ഇനത്തിൽ ഏറ്റവും മരുന്ന് ഇനമായിട്ട് പറയുന്ന സാധനമാണ് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൊഡക്ഷനിലുണ്ട്. മുളകിലെ ഉജ്ജ്വല എന്ന് പറഞ്ഞ അത് ഏറ്റവും എരിവുള്ള മേലോട്ട് കൊമ്പൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കൊമ്പൻ മുളക് ഒരു 3-4 എണ്ണം ഒരു കൊലയിലുണ്ടായി മേലോട്ട് നിൽക്കുന്ന മുളകാണ് ഉജ്ജ്വല എന്ന് പറയുന്ന മുളക്. അതിന് നല്ല എരിവുണ്ട്. ഒരു 3 വർഷത്തേക്ക് വരെ ഇതിന് ലാസ്റ്റിംഗ് ഉണ്ട്. നല്ല ഇനമാണ്. സാധാരണ കൊമ്പൻ മുളകിനേക്കാൾ ലാസ്റ്റിംഗ് ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ വള്ളിപ്പയർ ലോല എന്ന് പറഞ്ഞ ഇനമാണ്. അത് എന്തായാലും മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാരാകത്തില്ല. ഒരു 1/2 മീറ്റർ മിച്ചം നമുക്ക് നീട്ടം വരുന്നത് വള്ളിപ്പയർ ലോല എന്ന് പറയുന്നത്. എന്തായാലും 18 മണിയും പയറിനോട് സാമ്യമുണ്ട്. കറുത്ത മണിയാണ്. ഒരു 1/4 മീറ്റർ വരെ നീട്ടം വരും. എന്തായാലും മൂത്ത് കഴിഞ്ഞാൽ നാര് വരത്തില്ല. തണ്ണിമത്തൻ എന്ന് പറയുന്നത് അർക്കാക്കിരം എന്ന് പറഞ്ഞ ഇനമാണ്. അർക്കാക്കിരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ആർട്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിളവ് വരുന്ന ഇനമാണ് ഈ അർക്കാക്കിരം എന്ന് പറയുന്നത്. 35ാമത്തെ ദിവസം നമുക്ക് കാപ്പു ഉണ്ടാകുന്നതായിരിക്കും. അതൊരു 3 കിലോ വരെ നമുക്ക് 3 കിലോയ്ക്ക് മുകളിൽ വരെ വെയിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറ്റിപ്പയർ എന്ന് പറയുന്നത് പന്തലെ കയറുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് നീട്ടക്കുറവുണ്ട്. പയറിന് നീട്ടക്കുറവാണ്. എങ്കിൽ പോലും 35ാമത്തെ ദിവസം നമുക്ക് കായ്ക്കാൻ തുടങ്ങും. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. 35ാമത്തെ ദിവസം നമുക്ക് കാപ്പു ഉണ്ടാകാൻ തുടങ്ങും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വരുന്നത് സാലഡ് കുക്കുംബർ ഒരു 1/2 അടി നീളുമ്പോഴത്തേക്കും കായ ഉണ്ടാകാൻ തുടങ്ങും. അത്രയും വലിയ ഹൈബ്രിഡിന്റെ ഏറ്റവും കൂടിയ ഇനമാണ് സാലഡ് കുക്കുംബറിൽ. ഏറ്റവും കൂടിയ ഇനമാണ് നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. സിറ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതാണ്. ടേസ്റ്റ് വൈസും നീട്ടം കൊണ്ടും അതിന്റെ പ്രൊഡക്ഷൻ കാലാവധി അതുപോലെ 3 മാസം 4 മാസം വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുന്ന സിറ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് വഴുതന പച്ച നീട്ടമുള്ള പച്ച ഇനമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നീട്ടമുള്ള പച്ച ഇനം. അതായത് നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഇനമാണ്. കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇനം. വീട്ടിലോട്ട് നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഇനം. ഒരു 3 പൂവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 3 പൂവും പിടിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ഇനമാണ് ഈ പച്ച വഴുതന. വെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 കിലോ 1 കിലോ വരെയും വെയിറ്റ് വരുന്ന കൂട്ടം. സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൂട്ടം നല്ല ഇനം വെള്ളരി. ഹൈബ്രിഡ് ആണ്. നല്ല ഇനം വെള്ളരിയാണ് നമ്മുടെ. വളാത്താങ്കരച്ചീര എന്ന് പറഞ്ഞു 1/2 മീറ്റർ 1 മീറ്റർ വരെയും പൊക്കം വരുന്ന വളാത്താങ്കരച്ചീര എന്ന് പറഞ്ഞാൽ അതിന്റെ തൈയാണ്. നമുക്ക് ഒരു പീസിന് 5 രൂപ വെച്ച് കൊടുക്കാവുന്നത്. സാറിന് ഇതിന്റെ ഏതായിരുന്നു വേണ്ടത്? ഇല്ലാത്ത കുട്ടികൾ വീട്ടിലുള്ള ആവശ്യത്തിനാണോ അതോ കൃഷി ആവശ്യത്തിനാണോ?